ഇവിടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാണ് 24 സർക്കിള് 42 0 ആണ്. ഇവിടെ നിയറസ്റ്റ് ടേംസ് ഉണ്ടോ? അടുത്തടുത്ത ടേംസ് ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ വ്യത്യാസമുള്ളൊരു പ്രോബ്ലം ആണത്. ഇതിന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുക്കാം. എ എക്സ് ബി ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചേക്കണേ? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് രണ്ട് ടേംസ് നമ്മൾ L1 വീഡിയോയിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് അരിത്തമെറ്റിക് മീൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കണ്ടുപഠിക്കണം. എന്നിട്ടേ ഇത് ചെയ്യാമുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എന്താ മക്കളെ? ഈ നടുക്ക് കിടക്കുന്ന സർക്കിൾ എക്സ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കുന്നതായിരിക്കും നമ്മുടെ എക്സ് എന്ന് പറഞ്ഞത്. അതായത് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2 ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അതനുസരിച്ച് എ എന്ന് പറഞ്ഞാൽ 24 ആണ്. ദെൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 ആണ്. ഡിവൈഡഡ് ബൈ 2 വരും. 24 പ്ലസ് 42 നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 66 വരും. 66/2 നമുക്ക് 33 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളത്തിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 33 കിട്ടി. അവിടെ വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 24 ആയി, അടുത്ത നമ്പർ 33 ആയി, അടുത്ത നമ്പർ 42 ആയി, അടുത്ത നമ്പർ നമ്മൾ ഒരു സർക്കിളോടെ നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്താ? x1 ഇത്, x2 ഇത്. അപ്പോൾ s2 മൈനസ് x1 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 33 മൈനസ് 24 വരും. നമുക്ക് 33 മൈനസ് 24 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. ഇനി ഈ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മതി? ഈ 42ൻ്റെ കൂടെ 9 കൂട്ടിയെന്ന് എഴുതിയാൽ മതി. കറക്റ്റ് ആൻസർ ആയി. 33ൻ്റെ കൂടെ 9 കൂട്ടുമ്പോഴല്ലേ 42 കിട്ടണേ. ഇനി നമ്മൾ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്ത്? 42ൻ്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? ഈ 9 അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 51 വരും. അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് എന്ത് കിട്ടി? 51 വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾസ് എപ്പോൾ തന്നാലും ഇതുപോലെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ നമ്മളൊരു പേര് കൊടുത്തു. x1 ആയി, s2 ആയി, s3 ആയി, x4 നമ്മൾ പേര് കൊടുത്തു. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇത് എ എക്സ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 2 വരും, പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 12 വരും, ഡിവൈഡഡ് ബൈ 2 വരും. 12 2 എത്രയാ? 14 ആണ്. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 2 വരും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 7 വരും. അപ്പോൾ നമ്മുടെ ആൻസറായി 7 നമുക്ക് ഇവിടെ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 7 ഇവിടെ 7 എഴുതി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് അത് കൂട്ടിയാൽ മതി. ഇപ്പോൾ തന്നെ നമുക്കറിയാം 2നോട് 5 കൂട്ടിയ 7, 7നോട് 5 കൂട്ടിയ 12. അപ്പോൾ 12നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 17 ആയിരിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ സ്റ്റെപ്പൊന്നും വേണ്ട, പിന്നെ കൂട്ടി അങ്ങ് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ വളരെ ഈസിയാവും. അപ്പോൾ നമ്മൾ ആദ്യത്തിന് കൊടുത്തു എ എക്സ് ബി ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എക്സ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എക്സ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ വരും നോക്കിയാൽ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 10 പ്ലസ് പി എന്ന് പറഞ്ഞാൽ 26 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ 10 26 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 വരും. 36/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും. അപ്പോൾ ഈ ഒരു കോളത്തിൽ നമുക്ക് 18 കിട്ടി. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. 10 ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ 10 ആണ്, അടുത്ത നമ്പർ 18 ആണ്, ഇത് 26 ആണ്, എക്സെട്ര അങ്ങ് പോവാണ്. 10നോട് 8 കൂട്ടി 18, 18നോട് 8 കൂട്ടി 26, 10 8, ഇവിടെ 8 കൂട്ടി 26. അപ്പോൾ ഇവിടെ 8 കൂട്ടിയാൽ പോരെ? അപ്പോൾ 26 8 34 വരും. ഇനി ഒരെണ്ണോടെ എഴുതുക. 34നോട് 8 കൂട്ടി നമ്മൾ നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഏത് നമ്പർ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അനദർ എക്സാമ്പിൾ നോക്കാം. നമ്മൾ 5, അടുത്ത നമ്പർ നമുക്ക് തന്നിട്ടില്ല, 15, അടുത്ത നമ്പർ എക്സെട്ര. ചില പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. കാരണം 5നോട് 5 കൂട്ടിയാലായിരിക്കും 10 അല്ലേ? 10നോട്, അപ്പോൾ ഇവിടെ 10 വരും. 10നോട് 5 കൂട്ടിയാൽ 15, കാണുമ്പോൾ തന്നെ അറിയാം. 15നോട് 5 കൂട്ടിയാൽ 20. ചില പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നേക്കണമെന്ന് വെച്ച് എഴുതാൻ പറ്റും. ചിലത് നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിന് തന്നെ ഒരു എക്സാമ്പിളാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് എ എക്സ് ബി കൊടുക്കുക. എപ്പോൾ അപ്പുറം ഇപ്പുറം ഒരു നമ്പർ തന്നാൽ അതിന് നമുക്ക് അരിത്തമെറ്റിക് മീനിൻ്റെ റൂള് കൊടുക്കാം. അപ്പോൾ എക്സ് എന്നാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 വരും. 24 42 കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 66 വരും. 66/2 33 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കോളത്തിനകത്ത് നമുക്ക് കിട്ടിയത് ഏതാണ്? 33 ആണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനി നമുക്ക് മനക്കണക്ക് കൂട്ടി എഴുതാം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം.
ഡി എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ നമ്മൾ ഈ 33 നിന്ന് 24 കുറച്ചാൽ പോരെ? 33 മൈനസ് 24 വരും. അപ്പോൾ 33 നിന്ന് 24 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. നമ്മുടെ കോമൺ ഡിഫറൻസ് ഇവിടെ 9 ആണ്. അപ്പോൾ 24 നിന്ന് 9 കുറയ്ക്കണം. അപ്പോൾ 24 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. 15ഉം 9ഉം 24. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 15 ആയിരിക്കും. അപ്പോൾ കോളങ്ങളൊന്ന് ബില്ല് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ 15 വരും, അടുത്തെന്ന് പറഞ്ഞാൽ 24 വരും, അടുത്തതെന്ന് പറഞ്ഞാൽ 33 വരും, അടുത്തത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 42 തന്നിട്ടുണ്ട്, എക്സെട്ര. അപ്പോൾ നമ്മുടെ സീക്വൻസ് ആയി. അപ്പോൾ ഏത് ക്വസ്റ്റിനകത്താണെങ്കിലും നിയറസ്റ്റ് ടേംസ് ആണെങ്കിൽ അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പുറകോട്ടാണെങ്കിൽ മുമ്പിൽ എഴുതിയേക്കണം നമ്പർ, കുറച്ച് എഴുതണം, മുമ്പിലോട്ടാണെങ്കിൽ കൂട്ടി എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ ആവും.